പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 16 ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. ഓർത്ത് നോക്കിക്കേ, കഴിഞ്ഞ പകൽക്കാലം, തിരക്കേറിയ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയ കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തിയ കർത്താവിന്, ഒന്നിനും കുറവില്ലാതെ നമ്മളെ സൂക്ഷിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചില്ലേ? എന്തെല്ലാം അനർത്ഥങ്ങൾ വരാമായിരുന്നു, ശത്രുവിൻ്റെ എന്തെല്ലാം പദ്ധതികൾ നമുക്ക് നേരെ ശത്രു ഒരുക്കി വെച്ചു. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ സഫലമാകുവാൻ അനുവദിക്കാതെ, നമുക്ക് വിരോധമായി ഉണ്ടാക്കിയ ഒരായുധവും ഫലിക്കുവാൻ അനുവദിക്കാതെ, കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ ഒളിപ്പിച്ചു വെച്ച സ്വർഗീയ പിതാവിന് ആ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ വിശ്വസ്തതയും ഓർത്ത് നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് കരമുയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളത്. കരമുയർത്തി പറയാം, എൻ്റെ കർത്താവ് നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരിക്കലൂടെ പറഞ്ഞേ, എൻ്റെ യേശു എനിക്ക് നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ആമേൻ. താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയാം. കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് ആരാധിച്ച്, അത്ഭുതങ്ങളുടെ ദൈവത്തെ ഒന്നുകൂടെ ആരാധിച്ച്, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 92 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദഹയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാകുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്, കർത്താവിന് മഹത്വം, കർത്താവിന് ആരാധന, കർത്താവിന് സ്തുതി, ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങനെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആരെങ്കിലുമൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. ആമേൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് താഴെ ചവിട്ടുവാൻ കഴിയാതെ വേദനയാൽ ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് കാൽ വെള്ളയിൽ ഉപ്പൂറ്റിയിലൊക്കെ വേദന അനുഭവപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ സൗഖ്യം ആ വേദനയിൽ നിന്നും വിടുവിക്കപ്പെടട്ടെ. അവർക്ക് സ്വസ്ഥമായി മൊബിലിറ്റി യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ കൃപ കൊടുക്കണം. കാൽമുട്ടുകൾക്കുള്ള വേദനകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകളുടെ വേദന പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ഗ്രേസിനായിട്ട് നന്ദി. ബാക്ക് പെയിനാൽ വളരെ ദിവസങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ. യെസ്, ഇരിക്കാൻ കഴിയുന്നില്ല, ആമേൻ, നടക്കാൻ കഴിയുന്നില്ല, ജോലിക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബാക്ക് പെയിൻ, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. അതുപോലെ ഈ പ്രഭാതി കർത്താവേ, ഞങ്ങൾ ശാരീരികമായ അസ്വസ്ഥതയാൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പനിയാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റ് ശാരീരിക വൈകല്യങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. ആ മേലാതിരിക്കുന്ന കുഞ്ഞിൻ്റെ മേലോട്ട് കൈവച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കുഞ്ഞിൻ്റെ മേൽ ഞങ്ങൾ കൈവച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ എല്ലാ മുറിവുകളും യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. എല്ലാ മുറിവുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. ആമേൻ. സർജിക്കൽ വൂണ്ടുകൾ ഇപ്പോൾ ഹീലാകട്ടെ. ആമേൻ. ആമേൻ. മുറിവുകൾ ഉണങ്ങാതിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ എല്ലാ മുറിവുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ മുറിവുകൾ ഉണങ്ങട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതലുണ്ടാകട്ടെ. അതിനകത്തുനിന്ന് അവർ പൂർണ്ണമായി പുറത്തു വരട്ടെ. അതിനുള്ള വഴി സ്വർഗീയ പിതാവ് തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, വഴികൾ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് ആദരിക്കണം, മാനിക്കണം, അത്ഭുതമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഈ ആഴ്ചയിലെ 2 ഓൺലൈൻ മീറ്റിങ്ങുകളും അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചു. കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ നമ്മുടെ സഭായോഗമാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് രാവിലെ പ്രാർത്ഥനയോടുകൂടെ കടന്നു വരിക. നിങ്ങൾ ഇന്നത്തെ പകൽക്കാലം അതിനായിട്ട് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. രാവിലെ പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എന്ത് ചെയ്യത്തില്ല, എൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യില്ല, മടങ്ങി വരത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതായത് എന്ത് കാര്യത്തിനു വേണ്ടിയാണോ വചനം അയച്ചത് അത് നിവർത്തിക്കുകയും അത് സാധിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചെറുതായിട്ട് നമ്മളെ ഒന്നുകൂടെ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ അധരത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനം പുറപ്പെടുമ്പോൾ അതിന് ശക്തിയുണ്ട്. ആമേൻ. നമ്മൾ സാഹചര്യങ്ങളെക്കുറിച്ച് പറയാതെ, ഇപ്പം നമ്മളെല്ലാവരും എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നവർ വലിയ പ്രയാസമാണ്, ഈ ചെറുക്കൻ ശരിയാകത്തില്ല, ഈ കുഞ്ഞ് നന്നാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല, ഇനി കരകയറാൻ പറ്റത്തില്ല, ഇനിയെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇനിയെല്ലാം ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള വാക്കുകളാണ് മെയിൻലി മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നത് അങ്ങനല്ല. നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്ത് നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നു, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പം പാഴും ശൂന്യവുമായി കിടന്ന ഭൂമി, വെളിച്ചമില്ലാതെ ഇരുട്ടായി കിടന്ന ഭൂമി, അവിടേക്ക് നമ്മുടെ സ്വർഗീയ പിതാവ് എന്ത് ചെയ്തു, അത് ആ ഇരുട്ടിനെ നോക്കിയിട്ട് ഭയങ്കര ഇരുട്ടാണ്, ഇനി ഇത് ശരിയാവുമോ എന്ന് തോന്നുന്നില്ല എന്നല്ല പറഞ്ഞത്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേദപുസ്തകം പറയുന്നു അവിടെ വെളിച്ചമുണ്ടായി. ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൽ എൻ്റെ ബ്രദറെ ഇനി ഈ അച്ചായൻ ശരിയാവില്ല, അല്ലെങ്കിൽ പറയുക ഇനി ഇവിടെ നന്നാകാൻ പോകുന്നില്ലെന്ന് എന്ന് പറയുന്നതിന് പകരം ആമേൻ ദൈവവചനം പറയുന്നു നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ആമേൻ. നീതിമാൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. അപ്പം നിങ്ങളിത് പറഞ്ഞു, ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ശരിയാ, ഇപ്പം പ്രശ്നങ്ങളുണ്ട്, കലമ്പലുകളുണ്ട്, ആമേൻ, അസ്വരസ്യങ്ങളുണ്ട്, പക്ഷേ ഇത് മാറും, ഇവിടെ അത്ഭുതം നടക്കും. ഇത് നമ്മുടെ നാവിൽ നിന്ന് വരട്ടെ. രോഗം ഇതെനിയിപ്പോൾ സൗഖ്യമാകില്ല, എന്നെ കൊണ്ടേ പോവുള്ളൂ. ചിലർ പറയുന്ന ഈ രോഗം കൊണ്ട് ഞാനങ്ങ് പോകും, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നെ എടുക്കാനാണ്. ഇവിടെ വെച്ച് പറയാം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിപ്പിടാനുള്ള സൗഖ്യം എൻ്റെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം ആരോഗ്യം പ്രാപിച്ചിരിക്കുന്നു, സൗഖ്യമായിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ എവിടെയെങ്കിലുമൊക്കെ നമ്മളിപ്പം പുതിയ വാട്സപ്പും യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് പറയുക, ഈ 30-ാമത്തെ വയസ്സിൽ നിനക്ക് ഇന്ന രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്, 40-ാമത്തെ വയസ്സിൽ ഇന്ന രോഗം പിടിപെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് കേട്ട് പേടിക്കാതെ നമ്മൾ പറയണം, അവൻ എൻ്റെ വശത്ത് 1000 വീണാലും എൻ്റെ വലത്തുവശത്ത് 10,000 വീണാലും അതൊന്നും എന്നോട് അടുത്ത് വരത്തില്ല. ശരിയായിരിക്കാം, പിടിപെടാമായിരിക്കും, പക്ഷേ എനിക്ക് പിടിക്കത്തില്ല. കാരണം യഹോവ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാകുന്നു. സ്തോത്രം. ഇപ്പം നമ്മളോട് ആരെങ്കിലും പറയുകയാണ്, ആമേൻ, നമ്മുടെ സമപ്രായക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ മരണങ്ങൾ നടക്കുന്നു, അപ്പോൾ നമ്മൾ പറയണം ഞാൻ മരിക്കത്തില്ല, ദീർഘായുസ്സുകൊണ്ട് കർത്താവ് എനിക്ക് തൃപ്തി വരുത്തും. നിരന്തരം പറയണം, ഭയം മാറുന്നത് വരെ പറയണം, ഉറപ്പ് വരുന്നത് വരെ ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളെ കാണാൻ കഴിയും. അപ്പം അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദൈവവചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കണം. ആമേൻ. ദൈവവചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കണം. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ പറയാം, യേശുവായെ നോക്കിക്കേ. യേശുവായി ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ വാക്കുകൾ താൻ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചാൽ ജീവിച്ച്, തൻ്റെ വാക്കുകൾ എന്ത് ചെയ്തു, അത്ഭുതങ്ങളെ സൃഷ്ടിച്ച് ജീവിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തെ വചനം കൊണ്ട് നിറയ്ക്കണം. എന്നിട്ട് വിശ്വാസത്തോടെ ആ വചനത്തെ പറയണം, ഭയപ്പെടാതെ. ആമേൻ. ഈ സാഹചര്യത്തെ പറയാതെ. നമ്മളെല്ലാം സാഹചര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വളരെ മിടുക്കന്മാരാണ്, പക്ഷേ അതിനു പകരം
വിശ്വാസത്തോടെ ദൈവവചനം പറഞ്ഞു. അപ്പോൾ ഒന്ന്, ദൈവവചനം കൊണ്ട് നിറയ്ക്കുക. രണ്ട്, നമ്മുടെ അതരത്തിൽ നിന്ന് സാഹചര്യം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതെ, അതിനെക്കുറിച്ച് പറയാതെ ദൈവവചനം എന്തു പറയുന്നു അത് തന്നെ പറയുക. എന്നിട്ട് ആമേൻ, നമ്മുടെ വായിൽ നിന്ന് വന്ന സംശയത്തിൻ്റെ വാക്കുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് കളയണം. പിന്നെ പറയുന്നത് ഒരു ദിവസമല്ല പറയുന്നത്, സ്പീക്ക് കൺസിസ്റ്റൻ്റ്ലി. കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്. നിരന്തരമായി ആമേൻ പറയണം. വാക്ക് പറയുന്നതായാലും കൊള്ളാം, പ്രാർത്ഥിക്കുന്നതായാലും കൊള്ളാം, എക്സസൈസിൽ പോകുന്നതായാലും കൊള്ളാം, ഏത് കാര്യമാണെങ്കിലും കൺസിസ്റ്റൻ്റ് ഉണ്ടാകണം. അപ്പോൾ പറയുന്നത് എങ്ങനെ പറയണം? കൺസിസ്റ്റൻ്റായിട്ട് പറയണം. നമ്മുടെ വായെ ഒരു ശത്രുവിൻ്റെ പദ്ധതിയെ തകർക്കുന്ന ഒരായുധമാക്കി നമ്മൾ മാറ്റുക, നിരന്തരം പറയുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. യേശു തൻ്റെ വചനത്താൽ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു. ആമേൻ. നമുക്ക് വചനം തന്നിട്ട് പറഞ്ഞു, നിങ്ങളും ഈ വചനം പറയുമ്പോൾ അത്ഭുതം സംഭവിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ ആമേൻ അത്ഭുതങ്ങളുടെ വാക്കുകളാണ്. അത് മനസ്സിലാക്കി ഹല്ലേലൂയ ആമേൻ ഇന്നു മുതൽ നിങ്ങൾ പറയുക. എൻ്റെ ചേർന്ന് കരം ഉയർത്തി പറഞ്ഞ് എന്നോട് ചേർന്ന് പറഞ്ഞ് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്ഭുതകരമാണ്, ശക്തമാണ്. ആമേൻ. ഞാൻ മരണമല്ല സംസാരിക്കുന്നത്, ഞാൻ ജീവനാണ് സംസാരിക്കുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏതു പർവ്വതവും എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാൽ ആമേൻ മാറിപ്പോവുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഞാൻ പറയുന്ന വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ആമേൻ. ഹല്ലേലൂയ. യേശുവാണ് ജീവൻ്റെ വചനമായവൻ. ആ വചനം എൻ്റെ നാവിലൂടെ പുറത്തു വരുമ്പോൾ എനിക്ക് ജയം നൽകുക തന്നെ ചെയ്യും. എത്ര പേര് പറയും? ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ വാ ദൈവത്തിൻ്റെ ആയുധമാകുന്നു. രണ്ട്, ഹല്ലേലൂയ, ഞാൻ മരണമല്ല സംസാരിക്കുന്നത്, ഞാൻ ജീവനാണ് സംസാരിക്കുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ പർവ്വതമാണെങ്കിലും വിശ്വാസത്തോടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വാക്കുകൾ പറയുമ്പോൾ അത് മാറിപ്പോവുക തന്നെ ചെയ്യും. വീണ്ടും പറ, യേശു ജീവവചനമാകുന്നു. ആ ജീവവചനമാകുന്നവൻ എൻ്റെ വായിൽ നിന്ന് അവൻ്റെ വാക്കുകൾ പുറത്തു വരുമ്പോൾ അത് ജയമായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വാക്കുകൾ പറയുമ്പോൾ ചിന്തിച്ചിട്ട് പറയുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർ കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ വായിൽ നിന്നും നല്ല വചനങ്ങൾ പുറത്തു വരട്ടെ.